ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ആണ്ടിന് പോയായിരുന്നു. ഞങ്ങളുടെ പ്രേമമ്മയുടെ ആണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ആറാണിത്, പല്ലനിയും തോട്ടപ്പള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാൽക്കവല എന്ന് പറയുന്ന നാൽക്കവല ആറാണിത്. ആ ആറിൽ നല്ല രീതിയിൽ പായൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ അക്കരയിലോട്ട് പോകുന്ന ഗതാഗത സൗകര്യമുള്ള ആറാണ്. ആ ആറിൽ നമുക്കൊന്നും യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ പായൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പായലൊന്ന് ക്ലീനായിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ അന്ന് ഒരു വീഡിയോ കിട്ടും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് പോയത്. പക്ഷേ എന്ന് വെച്ചാൽ പായൽ തിങ്ങി നിൽക്കുന്നത് കാരണം നമുക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാതെ, ഈ പായലിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇത് പായലൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നല്ല ഒരു സീനറി ഉള്ള ഒരു ഏരിയ തന്നെ ആയിരുന്നു. പക്ഷേ ഈ പായലൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി അധികാരികളെല്ലാവരും ഒന്ന് പ്രവർത്തിക്കണം. കാരണം നേരത്തെ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് നമുക്ക് ഉപ്പുവെള്ളം കയറിയിട്ട് ഈ പായലെല്ലാം അങ്ങ് അവിഞ്ഞ് പോവുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പം പായൽ തിങ്ങി തിങ്ങി വരുന്നതല്ലാതെ പായലിനൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഇടത്തോടിൽ ആണേലും പായൽ തിങ്ങി തിങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ പോകാത്തതെന്ന് അറിയത്തില്ല. ഒരിടയ്ക്ക് തൊഴിലുറപ്പുകാരെ നിർത്തി പായലെല്ലാം ക്ലീനാക്കി ആറ് നല്ല ഒഴുക്ക് സൗകര്യമാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും പായൽ തിങ്ങിയേക്കാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടിട്ട് ആ പായലൊന്ന് ക്ലീനാക്കി അവരുടെ ഗതാഗത സൗകര്യം ഒന്ന് റെഡിയാക്കണം. അത്രയേ ഉള്ളൂ. ആ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് രാത്രിയിലാണെങ്കിലും ഒന്ന് പോകണമെങ്കിൽ, ഒന്ന് വള്ളത്തിൽ വരണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിയാണ് അവർ സഞ്ചരിക്കുന്നത്. കാരണം ഒരു വള്ളം തുഴഞ്ഞ് ഇപ്പുറത്ത് എത്തണമെങ്കിൽ ഒരു 2 സെക്കൻഡ് കൊണ്ട് ഇപ്പുറത്ത് ഇറങ്ങാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇത് അവരിപ്പുറത്ത് എത്തണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും എടുക്കുകയാണ്. അത്രയും സമയം ആ ഒരു പായലിലൂടെ ഇവർ കഷ്ടപ്പെട്ടാണ് ഇക്കരെ എത്തുന്നത്. അത് ഭയങ്കര ഒരു ശോചനീയമായ അവസ്ഥയാണ്. അത് നേരിൽ കണ്ടപ്പോഴത്തേക്ക് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികാരികളിൽ ഇടപെട്ട് തൊഴിലുറപ്പുകാരെ നിർത്തി എങ്ങനെയും ഈ പായലൊന്ന് നീക്കം ചെയ്യണം. കാരണം അത്രയ്ക്കൊരു നമുക്ക് തന്നെ ഒരു വിഷമം വരും. പക്ഷേ നമുക്ക് ഞാൻ ഇന്ന് പോയെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷത്തിലാണ് പോയത്. കാരണം പ്രേമമ്മയുടെ അവിടെ പോകുമ്പോഴത്തേക്ക് നല്ല സീനറി ഉള്ള ഒരു ഏരിയ ആണ്. നമുക്കൊന്ന് ഇരുന്ന് കാറ്റ് കൊള്ളാനും ഒക്കെയുള്ള നമുക്ക് മനസ്സിന് റിലാക്സ് ആവുന്ന ഒരു ഏരിയയാണ് ആ ഭാഗം. പക്ഷേ അവിടെ ചെന്നിട്ട് ഈ പായൽ മാത്രം നമുക്കൊരു വീഡിയോ എടുക്കാൻ പോലും തോന്നാത്ത രീതിയിൽ പായൽ മൂടിക്കിടക്കുന്ന ഒരു ഏരിയ. വെള്ളമാണോ കരയാണോ എന്നറിയാൻ വയ്യാത്ത രീതിയിൽ പായൽ ഫുൾ നടക്കും. പിന്നെ ഇച്ചിരി ആ ഒരു വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കാരണം ഇച്ചിരി ഈ അടുത്ത് മാത്രം ഇച്ചിരി പായൽ മാറി കിടപ്പുണ്ട്. അല്ലാതെ എല്ലാം തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ്. ഒരമ്മയാണ് ആ വെള്ളം തുഴയുന്നത്. അമ്മ ശരിക്കും ബുദ്ധിമുട്ടിയാണ് ഇക്കരെ എത്താനായിട്ട് നോക്കുന്നത്. അമ്മ ഓരോ പായലും തള്ളി നീക്കി ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ഒരമ്മയും ഒരച്ഛനും കൂടാണ് വള്ളം തുഴയുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാണ് ഈ പായൽ കാരണം അവർ തുഴയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാവരും ഇത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത്, കാരണം നല്ലൊരു സഹായമായിരിക്കും അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ പായൽ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.